+2 ശേഷമുള്ള വിവിധ എൻട്രൻസ് എക്സാമുകളെ പരിചയപ്പെടുത്തുന്ന സീരീസിൻ്റെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, ഇപ്പം നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അനവധി എൻട്രൻസ് എക്സാമുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കുസാറ്റും ബിറ്റ്സാറ്റും അതുപോലെ തന്നെ നാറ്റയുമാണ്. സാർ, ജെഇ മെയിനും ജെഇ അഡ്വാൻസ്ഡിനും പ്രിപ്പയർ ചെയ്യുന്ന സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഒരു സൈഡ് ഓപ്ഷനോ അല്ലെങ്കിൽ ഒരുപക്ഷെ മെയിൻ ഓപ്ഷൻസ് ആയിട്ട് പലരും കണക്കാക്കുന്നത് ബിറ്റ്സ് ആണ്. സർ, ശരിക്കും ബിറ്റ്സിലേക്കുള്ള ആപ്ലിക്കേഷനും ആരംഭിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സർ, ഇച്ചിരി അധികം എക്സ്പെൻസീവ് ആണ് ബിറ്റ്സിലേക്ക് വരുമ്പം, ഇതിനുള്ള ഒരു വാല്യൂ ബിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ബിറ്റ്സ് 40 ലക്ഷം മുടക്കി ഒരു ബിടെക് എടുത്താലും അത് വാല്യൂ ഫോർ മണിയാണ്. ഉണ്ട്. അതിന് നമുക്ക് ആദ്യം തന്നെ അവിടുത്തെ ഒരു ആവറേജ് പാക്കേജ്, ഇപ്പോൾ ബിറ്റ്സ് പിലാനിയുടെ ആവറേജ് പാക്കേജ് ആകുമ്പോൾ 30 lakhs പെർ ഇയർ കാണിക്കുന്നു. ആവറേജ് വരുന്നുണ്ട്. ആവറേജ് അത് ഹൈദരാബാദിലും ഗോവയിലും വരുമ്പോൾ 25-24 ആ റേഞ്ചിലെങ്കിലും നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കത് വാല്യുബിൾ ആണ്. തന്നെയല്ല, അവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ, അവിടെ പോയ എല്ലാ കുട്ടികളും പറയുന്നത് അതാണ്. ആ ഒരു എക്സ്പോഷർ, അതിന് പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ട്. ഫാക്കൽറ്റി ആ ഒരു രീതിയിലുള്ള ഫാക്കൽറ്റിയാണ്. അബ്രോഡ് സ്റ്റഡി ആണെങ്കിലും അതിനും ഇവിടെ നിന്നുള്ള വാല്യൂ ഉണ്ട്. ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ അതുപോലെ ഓണ്ടർപ്രണർഷിപ്പ് ഫെസിലിറ്റീസ് നല്ല രീതിയിലുണ്ട്. സ്റ്റാർട്ടപ്സ് കൾച്ചർ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ആണെന്ന് പറയാം. IITസിൻ്റെയും മുകളിലാണ് ആ ഒരു കാര്യത്തിൽ ബിറ്റ്സ് നിൽക്കുന്നത്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലുമിനി നെറ്റ്വർക്ക് അവർക്കുണ്ട്. ഫണ്ട് നന്നായിട്ട് അവർ ആ കാര്യങ്ങളിലൊന്നും അവർക്ക് കുറവൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ. പിന്നെ പല കമ്പനികളുടെയും എക്സിക്യൂട്ടീവ്സിനും പ്രൊഫഷണൽസിനും അവിടെ അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഫണ്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ അവിടെ വർക്ക് ചെയ്യാനും ഇൻഡസ്ട്രി കൊളാബറേഷൻസ് നല്ല രീതിയിൽ കിട്ടാനും ഒക്കെ സമസ്ത മേഖലയിലും നമുക്ക് ആ രീതിയിൽ തന്നെ പറയാം. ഓൾറൗണ്ട് ഒരു ഗ്രോത്ത് കുട്ടിക്ക് അവിടെ ഉണ്ടാകാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. തന്നെയല്ല, അവിടെ അറ്റൻഡൻസ് ഇല്ല, 0 അറ്റൻഡൻസ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് വിദ്യാർത്ഥിക്ക് ഒരേ സബ്ജക്റ്റിൽ തന്നെ പല പ്രൊഫസർമാരുണ്ട്, ഇഷ്ടമുള്ള പ്രൊഫസറെ ക്ലാസ് എടുക്കുക. അത് ശരിയായ നടപടിയാണ്. അങ്ങനെ സെലക്ട് ചെയ്യാം. VIT ഒക്കെ അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് താല്പര്യമുള്ള പ്രൊഫസറെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതും അറ്റൻഡൻസ് നിർബന്ധമില്ല. അവരുടെ കോമ്പിറ്റൻസിയും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ രീതിയിലും നമുക്കറിയാം. നമുക്ക് വളരാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഈ ഒരു ഫീസ് സ്ട്രക്ചർ ഉയർന്നതാണെന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. സാർ, ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബിറ്റ്സിന്റെ ക്യാമ്പസുകൾ നമുക്ക് പറയാൻ പറ്റുന്നത്? നമുക്ക് പ്രധാനമായിട്ടും 3 ക്യാമ്പസാണ്. പിലാനി ക്യാമ്പസ് നമ്പർ 1, രാജസ്ഥാനിലെ. അവിടെ 15 പ്രോഗ്രാംസ് ആണ് ഉള്ളത്. നമ്മൾ രണ്ടാമത്തേതായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഗോവയാണ്. ഗോവയിൽ 12 പ്രോഗ്രാംസ് ഉണ്ട്. സെക്കൻഡ് പൊസിഷൻ ഹൈദരാബാദ് അല്ല, ഗോവയാണ്. നെക്ക് ടു നെക്കാണ് നമുക്ക്. എങ്കിലും പല പ്രോഗ്രാമിനും ഗോവ അല്പം കൂടി മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണാം. പിന്നെ ഹൈദരാബാദ് ക്യാമ്പസ്, അത് രണ്ടും ഏകദേശം ഒരേ രീതിയിലാണ്. പിന്നെ ഗോവ ക്യാമ്പസ് അല്പം കൂടി അട്രാക്റ്റീവാണ്. അതുകൊണ്ടൊക്കെയാണ് ആയിരിക്കും കുട്ടികൾ ഗോവ തന്നെ സെലക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അവിടെ ഒരു 13 പ്രോഗ്രാമുണ്ട്. ഈ വർഷം പിലാനിയിലും ഗോവയിലും ഓരോ പ്രോഗ്രാം അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. പിലാനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം വന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ BPharmനാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പേപ്പേഴ്സ് കുട്ടി എഴുതിയാൽ മതിയായിരുന്നു. എഞ്ചിനീയറിങ്ങിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വേണം. പക്ഷേ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് പുതിയ സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിങ്ങിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെങ്കിലും മതി. PCM വേണം നിർബന്ധമില്ല. PCB ആണെങ്കിലും മതി, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മുടെ ഗോവ ക്യാമ്പസിൽ അവർ 2 കോർ ബ്രാഞ്ചാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ. പഴയ ഒരു മറ്റ് കോളേജുകളൊന്നും ഇല്ലാത്തൊരു ബ്രാഞ്ച്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിറ്റ്സിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് നമുക്ക് പറയാവുന്നത് അവിടുത്തെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. അവിടെ MSc പ്രോഗ്രാംസും ഉണ്ടല്ലോ. MSc മിക്കവാറും എക്കണോമിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ MSc പ്രോഗ്രാമിൽ ചേരുന്ന കുട്ടികൾക്ക് 1 വർഷം കഴിയുമ്പോൾ ബിടെക് കൂടെ അവർക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ 1 ഇയർ കഴിയുമ്പോൾ നമ്മുടെ സെലക്ഷനും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ CGPA നോക്കിയിട്ടാണ് ഏത് ബിടെക് ബ്രാഞ്ച് എന്നുള്ളത് അതും കൂടെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 ഫീസും അടയ്ക്കേണ്ടി വരും. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സെമ്മാണ് അവിടെ. ഒരു 1.5 വേണ്ടി വരും. എന്താണ് സാർ, വളരെയധികം വിദ്യാർത്ഥികൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം തന്നെയാണ് ബിറ്റ്സാറ്റ്. സാർ, എന്തൊക്കെയാണ് ബിറ്റ്സാറ്റിൻ്റെ പ്രത്യേകത? അത് എത്ര തവണ നടത്തപ്പെടുന്നുണ്ട്? എങ്ങനെ പഠിച്ചാലാണ് ബിറ്റ്സാറ്റിൽ ഒരു ഉയർന്ന സ്കോർ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്? ബിറ്റ്സാറ്റ് എന്താണെങ്കിലും JEE മെയിനോട് ഏകദേശം ചേർന്ന ഒരു ലെവലാണ്. അതിന് മുകളിൽ എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അതിനോട് അടുത്ത ഒരു ലെവലിലാണ്. ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും.
ആകെ മാർക്ക് 390 മാർക്കാണ് കിട്ടാവുന്നത്. എല്ലാ വർഷവും 390 ആണോ? അത് ഓരോ വർഷവും ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് 2 വർഷമായിട്ട് 390. ഈ അഡ്വാൻസ്ഡിനാണ് നമുക്ക് പ്രഡിക്ഷൻ ബുദ്ധിമുട്ട് വരുന്നത്. ഇതിന് ഇവർ അങ്ങനെ തന്നെയാണ് 390 ആണ്. ആകെ 130 ക്വസ്റ്റനാണ് ഉണ്ടാവുന്നത്. 130 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റിന് 3 മാർക്ക്. ഓക്കെ, 390 നെഗറ്റീവ് -1. ഒരു കുസാറ്റിന്റെ ആ ഒരു കാറ്റഗറി എക്സാം പാറ്റേൺ സെയിം എന്ന് പറയാം. മാത്സിനാണ് ക്വസ്റ്റ്യൻ കൂടുതലുണ്ട്. മാത്സിന് 40 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ഫിസിക്സ് 30, കെമിസ്ട്രി 30, ഇംഗ്ലീഷ് പ്ലസ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കലാണ് ചോദിക്കുന്നത്, മെൻ്റൽ എബിലിറ്റി ലോജിക്കൽ, അത് 30 ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ 90 ക്വസ്റ്റ്യനും മാത്സിൻ്റെ 40. ഫിസിക്സ് കെമിസ്ട്രിയും ഇതും ഒരുപോലെ, ഇംഗ്ലീഷ് പ്ലസ് രണ്ടുകൂടെ 30 നമുക്ക് പറയാം. അങ്ങനെ 130 ക്വസ്റ്റ്യനാണുള്ളത്. അപ്പോൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും അതോടൊപ്പം തന്നെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും കൂടെ അതേപോലെ തന്നെ ആ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് അതിനും വരുന്നുണ്ട്. അപ്പോൾ അതോടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു 12 ക്വസ്റ്റ്യൻ വേണേൽ എക്സ്ട്രാ ചെയ്യാം. പക്ഷെ അത് ഈ സ്കോറിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നില്ല. എങ്കിൽ എക്സ്ട്രാ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു മാർക്കിംഗ് സ്കീമെന്ന് നമുക്ക് പറയാം. സാർ, ഞാൻ പലപ്പോഴും ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിറ്റ്സിൻ്റെ റാങ്ക് വരാറില്ലല്ലോ, അപ്പം മാർക്കാണ് പലപ്പോഴും വിലയിരുത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഡ്മിഷനും അലോട്ട്മെൻറ്റും ഒക്കെ നടക്കുമ്പോൾ ഒരേ മാർക്കുള്ള ഒത്തിരി പേര് കാണുകയില്ലേ? അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ശരിക്കും ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ നടക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഒരേ മാർക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ നമ്മൾ പറയുമ്പോൾ ഈ 390 നമ്മൾ പറഞ്ഞ ടോട്ടൽ മാർക്ക് 390 ആണ്. ഓക്കെ, ഈ എക്സാം കഴിയുമ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ മാർക്ക് അറിയാം. പിന്നെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എക്സാം കഴിഞ്ഞിറങ്ങുമ്പോഴേ അവരുടെ സ്കോർ ഓൾറെഡി സ്ക്രീനിൽ വരുന്നുണ്ട്. അതെ. അപ്പോൾ ഒരു മാർക്ക്, ഇപ്പോൾ ഒരു മാർക്കുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാൻ വേറെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റ് സ്കോർ വെച്ച് വീണ്ടും ഒരു ഡിവിഷനൂടെ അവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയും മാർക്സിനാണ് വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആണ് കട്ട് ഓഫ് വരുന്നത്. അതായത് എല്ലാ പ്രീവിയസ് ഇയറിന്റെ കട്ട് ഓഫ് നോക്കി കഴിഞ്ഞാൽ മാർക്കിലാണ്. റാങ്കിൽ അവിടെ ഒന്നും ബിറ്റ്സിൽ നമ്മൾ കണ്ടിട്ടില്ല. റാങ്കില്ല, മാർക്ക് വെച്ചാണ്. സാർ, എന്തൊക്കെയാണ് ബിറ്റ്സിന്റെ എക്സാം ഡേറ്റുകൾ, ഏതൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ബിറ്റ്സിൻ്റെ സൈറ്റ് ഓപ്പൺ ആണ്. നമുക്ക് അല്പം സമയമുണ്ട് താനും. ഏപ്രിൽ 18 വരെ നമുക്ക് ഫസ്റ്റ് സെഷന് വേണ്ടി 2 സെഷനാണ് എല്ലാ വർഷവും. ഓക്കെ, അവരിപ്പം കുറച്ച് നാളുകളായിട്ട് അങ്ങനെ 2 സെഷൻ ഉണ്ടാവും. 2 എഴുതാം, ഒരെണ്ണം എഴുതിയാലും മതി. 2 എഴുതിയാൽ അതിനകത്തെ ബെറ്റർ ആയിരിക്കും പരിഗണിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 18 വരെ അപ്ലൈ ചെയ്യാം. മെയ് മാസത്തിലായിരിക്കും, മെയ് അവസാനമാണ് പരീക്ഷ. ഇത്തവണത്തെ അവർ പറഞ്ഞെങ്കിൽ 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഡേറ്റുകളായി തന്നിരിക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പം ആ ഒരു ഡേറ്റാണ് ടെൻറ്റേറ്റീവായിട്ട്. പിന്നെ അത് കഴിയുമ്പോൾ സെക്കൻഡ് സെഷൻ ഉണ്ടാവും. സെക്കൻഡ് സെഷൻ്റെ ഡേറ്റ് ജൂണിലാണ്. ജൂൺ 22 മുതൽ 25 വരെ ആ ഒരു ഡേറ്റും വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫസ്റ്റ് സെഷന് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയമാണ്. സർ, ചുരുക്കി പറഞ്ഞാൽ ജെയ്മെയിനും ജെ അഡ്വാൻസിനും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ബിറ്റ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇൻ കേസ് അവർ ജെയ്മെയിനോ ജെ അഡ്വാൻസിനോ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് കിട്ടിയില്ലേ, ഒന്നും നോക്കാതെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അതെ. പിന്നെ ജെയ്മെയിൻ എക്സാം ആണെങ്കിൽ പോലും ബിറ്റ്സിന്റെ ഫസ്റ്റ് സെഷൻ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് എന്നൊരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ തന്നെ വരുന്ന ഒരു എക്സാമാണ്. ജെ അഡ്വാൻസ് റേഞ്ചിലേക്ക് പ്രതീക്ഷിക്കേണ്ട റേഞ്ചിലേക്ക് പോകുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും ബിറ്റ്സിന്റെ പ്രാധാന്യം തിരിച്ചറിയുക. ജെയ്മെയിനും ജെ അഡ്വാൻസിനും കോച്ചിങ് എടുത്ത് പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും നിർബന്ധമായും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. സ്കോറും കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അതിന്റെ അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. അപ്ലൈ ചെയ്യാന്നുള്ളത് ഒരു കമ്പൽസറി ആയിട്ട് ആലോചിക്കുന്നത് തന്നെ നല്ലതായിരിക്കും. അഡ്മിഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് ഒരു NIT ടോപ്പ് NIT കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്ന ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇനിയിപ്പം ഇത്രയും 40 ലക്ഷം ലോൺ എടുക്കേണ്ട വന്നാലും ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യം, കൊളാറ്ററൽ സെക്യൂരിറ്റി ഉണ്ടാവണം. കാരണം ആ രീതിയിലാണ് അത്രയും എമൗണ്ട് ഒക്കെ വരുന്നത്. എങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന തന്നെയാണ് എല്ലാ തരത്തിലും. പ്രൈവറ്റ് മേഖലയിൽ നമ്പർ 1 എന്ന് നമുക്ക് 1964 ആരംഭിച്ചാണ്. 320 ഏക്കർ സ്ഥലത്ത് കൊണ്ടിരിക്കുന്ന അനാവശ്യമായിട്ട് പുതുതായിട്ട് കോഴ്സുകൾ തുടങ്ങുമോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഒരുപാട് നേരത്തെ ഇവര് മാസം കമ്പ്യൂട്ടിങ് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അങ്ങനെ ചെറിയ പ്രോഗ്രാമുകളാണ്. ഒത്തിരി ബൾക്ക് സ്റ്റുഡൻസ് വരുന്നില്ല, സ്റ്റുഡൻസിന്റെ എണ്ണം കുറവാണ്. സാർ, അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഇപ്പം ബിറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു തരത്തിലുള്ള റിസർവേഷനും ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയായ ഒരു കാര്യമാണോ? ശരിയാണ്, ഒരു റിസർവേഷൻ ഒന്നുമില്ല. പ്യുവർ മെറിറ്റ് ആണ്. അതായത് ഒരുപക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥാപനം വേറൊന്ന് കാണാൻ സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. പ്രൈവറ്റ് മേഖലയിൽ അത് പോസിബിൾ ആണ്. പ്ലസ് ടുവിന് ശേഷം
വിദ്യാർത്ഥികൾക്ക് എഴുതാവുന്ന വിവിധ എൻട്രൻസ് എക്സാമുകളെ പരിചയപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു സീരീസാണിത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള പല എൻട്രൻസ് എക്സാമുകളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ജോബി സാർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് എൻട്രൻസ് എക്സാമുകളെ മനസ്സിലാക്കാൻ ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആണ്. സാർ, ഇതിനേക്കാൾ കൂടുതൽ ഡിമാൻഡിങ് ആയ കോഴ്സുകളും അതുപോലെ എൻട്രൻസ് എക്സാമുകളുമായി വീണ്ടും കാണാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.